മതനിരപേക്ഷതയ്ക്ക് ഭരണഘടന നൽകിയ പേരാണ് സാഹോദര്യമെന്ന് മാർത്തോമാ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത. മതനിരപേക്ഷതയും ജനാധിപത്യവും വെല്ലുവിളി നേരിടുന്ന കാലമാണെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. 130ാമത് മാരാമൺ കൺവെൻഷൻ പമ്പ മണൽപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയ്ക്കാണ് പമ്പ മണൽപ്പുറത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. 8 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കൺവെൻഷനിൽ വിദേശത്ത് നിന്നുൾപ്പെടെയുള്ള സുവിശേഷകർ പങ്കെടുക്കും. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു ഉദ്ഘാടന പ്രസംഗം. വ്യത്യസ്ത മതങ്ങളുള്ളവർ സംഘർഷമില്ലാതെ ഏകോദര സഹോദരങ്ങളായി വാഴുമ്പോഴാണ് രാജ്യത്തെ മതസൗഹാർദ്ദം ഉണ്ടാവുന്നത്. അത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. മതനിരപേക്ഷതയ്ക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന പേരാണ് സാഹോദര്യം. ജനങ്ങൾക്ക് കാവൽ ഭരണഘടനയാണെങ്കിൽ ഭരണഘടനയ്ക്ക് കാവൽ ജാഗ്രതയുള്ള ജനങ്ങളും നിയമ സംവിധാനവും മാധ്യമങ്ങളും മറ്റുമാണ്. കേവലം പ്രദർശന വസ്തുവായി ഇന്ന് ഭരണഘടനയെ പലരും ഉയർത്തിക്കാട്ടുന്ന പതിവ് ദൃശ്യമാണ്. ഭരണഘടനയെ കാപട്യത്തിനുള്ള നാട്യവസ്തുവാക്കി മാറ്റരുത്. വിവിധ ക്രൈസ്തവ ബിഷപ്പ്മാർക്ക് പുറമെ മന്ത്രിമാരായ സജി ചെറിയാൻ, വീണ ജോർജ് എന്നിവരും കൺവെൻഷനിൽ പങ്കെടുത്തു. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഇത്തവണ കൺവെൻഷൻ നടത്തുന്നത്. ഒരേ സമയം 1 ലക്ഷത്തോളം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഓലപ്പന്തലാണ് കൺവെൻഷൻ നഗറിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.